ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഋതികയോട് രാധമ്മ പറയുക, സത്യം പറഞ്ഞാലുണ്ടല്ലോ മോളെ, ഇന്നലെയാ ഞാൻ അറിയുന്നത് മോളോട് അവൻ ഇത്രയധികം സ്നേഹമുണ്ടെന്ന്. മോളെന്ന് വെച്ചാലേ അവന് ജീവനാ, ഒരു കഥയില്ലാത്തവനാ. മോളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് അവൻ മോളെ ഈ മേഡം മേഡം എന്നൊക്കെ വിളിക്കുന്നത്. രാധമ്മ അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ഋതിക ചോദിക്കുക, ഒരു ഭാര്യയെ അങ്ങനെയാണോ അമ്മേ വിളിക്കേണ്ടത്? അതൊക്കെ അങ്ങ് മാറും മോളെ, മോളോട് അവന് ജീവനാ. വർമ്മസാറിൻ്റെ മകളാണ്, ഒരു ദേവിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവന്. എന്നിട്ടവൻ മോളെ കല്യാണം കഴിച്ചില്ലേ? അതുപോലെ എല്ലാം അങ്ങ് മാറും മോളെ. കുറേ കാലം കൊണ്ട് മോളോടൊപ്പം തന്നെയല്ലേ അവൻ ജീവിക്കുന്നത്. മോളെ കാണാതെ ഒരു 5 മിനിറ്റ് പോലും അവൻ ഇരിക്കത്തില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഭാഗ്യമുള്ളവരാ. അതുകൊണ്ട് ഈ രാധമ്മ മോളോടുള്ള ഒരു അപേക്ഷയാണ്, ഒരു കാരണവശാലും മോള് രാജുവിനോട് പിണങ്ങുകയോ വഴക്കിടുകയോ ചെയ്യരുത്. അത് കേട്ടിട്ട് ഋതിക പറയുക, അയ്യോ രാധമ്മ എന്താ വിചാരിച്ചിരിക്കുന്നത്? എനിക്ക് രാജുവിനെ ഇഷ്ടമില്ലെന്നാണോ? അയ്യോ അങ്ങനെയല്ല മോളെ, രാധമ്മ അങ്ങനെ വിചാരിക്കുവോ? മോൾക്ക് അവനെ ജീവനായതുകൊണ്ടല്ലേ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മോൾ അവനെ തന്നെ കല്യാണം കഴിച്ചത്. രാധമ്മ, രാജുവിന് എൻ്റെ അച്ഛനോടുള്ള ബഹുമാനവും സ്നേഹവും കൊണ്ട് എന്നെ മറന്ന് ജീവിക്കാൻ പലവട്ടം ശ്രമിച്ചതാ. പക്ഷെ എനിക്ക് രാജുവിനെ മറക്കാൻ കഴിയില്ല രാധമ്മ. ഈ ജന്മം എനിക്കതിന് കഴിയുകയില്ല. എനിക്കെൻ്റെ രാജുവിനെ അത്രയ്ക്ക് ജീവനാ രാധമ്മേ. അതുപോലെ തന്നെയാ മോളെ അവനും. മോളില്ലാത്ത ഒരു ലോകം അവനും ഇല്ല. അത്രയ്ക്ക് ഇഷ്ടമാ മോളെ. ആ ഇഷ്ടം എന്നോട് തുറന്നു പറഞ്ഞാൽ എന്താ രാധമ്മേ? ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതല്ലേ അത്. രാജുവിന് എന്നോടുള്ള പ്രണയം എന്തുകൊണ്ട് തുറന്നു പറയാൻ മടിക്കുന്നു? താലി കെട്ടിയാൽ മാത്രം ഒരു പെണ്ണ് ഭാര്യയാകുമോ? അവളുടെ സങ്കല്പങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒരു വിലയില്ലേ? രാജുവും ഞാനും പരസ്പരം മറക്കാൻ പറ്റാതെ ജീവിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അത് മാത്രമാണോ രാധമ്മേ ഒരു മാരേജ് ലൈഫ്? ഈ സമയം രാജു ക്ഷേത്രത്തിൽ വന്നിരിക്കുവാണ്. ഋതികയ്ക്ക് വേണ്ടി രാജു വഴിപാട് നടത്താൻ വേണ്ടി വന്നതാണ്. ഋതിക വിശാഖ നക്ഷത്രം പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ് വഴിപാട് രസീതൊക്കെ എടുത്തിട്ട് രാജു അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാണ്. അമ്മേ ദേവി മഹാമായേ, എൻ്റെ ഋതിക മേഡത്തെ കാത്തോണേ. മേഡത്തിൻ്റെ അസുഖമെല്ലാം മാറ്റി കൊടുക്കണേ. മേഡത്തിന് എന്നോടുള്ള പിണക്കമൊക്കെ മാറ്റിത്തരണേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അമ്പലത്തിലെ തിരുമേനി വന്നിട്ട് പറയുക, ഇത് മരുമോൻ കഴിപ്പിച്ചതല്ല, അമ്മായിയപ്പൻ കഴിപ്പിച്ചതാ. രാജു ഋതിക എന്നും പറഞ്ഞ് ആ പ്രസാദം അങ്ങോട്ട് കൊടുക്കുമ്പോൾ രാജു കാണുകയാണ് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് വരുന്ന പ്രതാപനെ. അങ്ങനെ തിരുമേനി ആ പ്രസാദം പ്രതാപൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട്, ഇപ്പം രാജുവിൻ്റെ വഴിപാട് കഴിപ്പിച്ച് തരാം കേട്ടോ രാജു എന്നിങ്ങനെ തിരുമേനി പറയുകയാണ്. അപ്പോൾ പ്രതാപൻ പറയുന്നു, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാൻ, നീ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് വാ എന്നും പറഞ്ഞ് പ്രതാപൻ അങ്ങോട്ട് പോവുകയാണ്. രാജു അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാണ്. എന്നിട്ട് രാജു ആ പ്രസാദമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പ്രതാപൻ്റെ അടുത്തോട്ട് പോവുകയാണ്. എന്താ സാർ എന്നിങ്ങനെ രാജു ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുക, നമുക്ക് തന്നെ പലതും കാണാൻ പറ്റത്തില്ല. അപ്പോഴാണ് അതൊക്കെ ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കാനായിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ വരുന്നത്. എല്ലാം ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ മനസ്സിന് നല്ല സമാധാനം കിട്ടും. ഞാൻ നിൻ്റെയും മോളുടെയും പേരിൽ പുഷ്പാഞ്ജലി നടത്തിയത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഐക്യം വേണം. ദൈവമേ, ഞാനും മേഡവും തമ്മിലുള്ള പിണക്കം വർമ്മസാറ് മനസ്സിലാക്കിയോ? നീയും ഋതുമോളും തമ്മിലുള്ള കല്യാണത്തിന് ഒരിക്കലും ഞാനൊരു തടസ്സമായിരുന്നില്ല. നിനക്ക് അവളോട് യാതൊരു പ്രേമവും ഇല്ലെന്ന് നല്ലതുപോലെ വ്യക്തമാക്കിയതിന് ശേഷമാണ് ഞാൻ അവളെ കൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിക്കാൻ തന്നെ ഒരുങ്ങിയത്. പക്ഷേ ദൈവഹിതം ഇതായതുകൊണ്ട് ഇത് തന്നെ നടന്നില്ലേ? അല്ല സാർ, സാറിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത്? രാജു, ഇതൊരു ചരിത്ര ആവർത്തിക്കൽ തന്നെയാണ്. മഹാദേവവർമ്മ സാറിൻ്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചതുപോലെ നീ എൻ്റെ മകളെയും വിവാഹം കഴിച്ചു. 2 വിവാഹങ്ങൾക്കും സാമ്യങ്ങൾ ഏറെയാണ്. രണ്ടും 2 രീതിയിൽ തന്നെയാണ് നടന്നത്. എന്തായാലും ഒരു കാര്യം സത്യമാണ് രാജു, നീ എൻ്റെ മകളെ വിവാഹം കഴിച്ചതിൽ 100% ആത്മാർത്ഥമായ സന്തോഷം തന്നെയാണുള്ളത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ കൂട്ടുകാരൻ്റെയും ഭാര്യയുടെയും മാരീഡ് ലൈഫിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടോ? പിന്നെ ഒന്നും അറിഞ്ഞില്ലല്ലോ. അത് കേട്ടിട്ട് രാജു പറയുക, ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടെന്നാ അവൻ പറഞ്ഞത്. പിന്നീട് ഞാൻ ഒന്നും ചോദിച്ചില്ല. അതെന്താ പിന്നെ നീ ഒന്നും തിരക്കാതിരുന്നത്? നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ സാറേ, എനിക്കതിന് പിന്നെ ടൈം കിട്ടിയില്ല, അതുകൊണ്ടാ. എന്താ അവരുടെ പേര്? കൃഷ്ണചന്ദ്രനും സുനന്ദയും അല്ലേ? അതെ സാർ എന്നിങ്ങനെ പറയുമ്പോൾ പ്രതാപൻ ചോദിക്കുന്നു, അങ്ങനെ തന്നെയാണോ? അതല്ലല്ലോ നീ അന്ന് എന്നോട് പറഞ്ഞ പേര്. ഹരിശങ്കറും വന്ദനയെന്നല്ലേ? ഒരു ചമ്മലോടെ പെട്ടെന്ന് ചിരിച്ചോണ്ട്, ഓ അതെ സാർ, മറന്നുപോയതാ.
എന്താ രാജു, ആത്മാർത്ഥ സുഹൃത്തിൻ്റെ പേര് മറക്കുകയോ? അതോ ആ ഹരിശങ്കർ ഇനി നീയും വന്ദന എൻ്റെ മകളുമാണോ? പ്രതാപൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഒന്നും പറയാനാകാതെ രാജു അങ്ങനെ കുനിഞ്ഞു നിൽക്കുക. അപ്പോൾ സത്യമാണല്ലേ സാർ അത് എന്നിങ്ങനെ രാജു പറയുമ്പോൾ, എന്തിനാ നീ എൻ്റെ അടുത്ത് നുണ പറഞ്ഞത്? നിനക്ക് കള്ളത്തരം പറയാനോ കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കാനോ കഴിയില്ലെന്ന് നിന്നേക്കാൾ അധികം എനിക്ക് നല്ലതുപോലെ നിന്നെ അറിയാം. നീയും എൻ്റെ മകളും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് നേരത്തെ തന്നെ ഞാൻ അറിഞ്ഞിരുന്നു. മറ്റൊരാൾ പറഞ്ഞ് ഞാനത് അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി. രാജു വിഷമത്തോടെ അയ്യോ സാർ എന്നിങ്ങനെ പറയുമ്പോൾ പ്രതാപൻ പറയുക, അമ്മ ഉപേക്ഷിച്ചിട്ട് പോയ കുട്ടിയാണവൾ. അവളെ വളർത്തിയ ഒരച്ഛനല്ലേ രാജു ഞാൻ. അവൾ നിന്നെ സ്നേഹിച്ചു. എല്ലാ എതിർപ്പുകളെയും വകവെക്കാതെ അവൾ നിന്നെ വിവാഹം കഴിച്ചവളല്ലേ. നിനക്ക് അവളോട് ഇഷ്ടം തന്നെയാ. എന്നോടുള്ള ബഹുമാനം കൊണ്ട് നിനക്കത് പ്രേമമല്ലായിരുന്നു എന്ന് മാത്രം. നീ അവളുടെയും അവൾ നിന്റെയും ഒരു ഭാഗ്യമാണ് രാജു. ഒരു കടലോളം സ്നേഹം അവൾക്ക് നിന്നോടുണ്ട്. അങ്ങനെയുള്ള നിങ്ങൾ ഒരിക്കലും പിരിയരുത്. നീ ഒരിക്കലും അവളെ കരയിപ്പിക്കുകയും ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും പിണക്കം നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലുണ്ടെങ്കിൽ അത് മാറിപ്പോകാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് വഴിപാടുകൾ നടത്തിയത്. അയ്യോ, അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു പിണക്കവും ഇല്ല സാർ. എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ കൊണ്ട് പറയുന്ന വാക്കാണിത്. ഒരിക്കലും നിങ്ങൾ പിണങ്ങരുത്. ഇല്ല സാർ എന്നിങ്ങനെ രാജു പറയുമ്പോൾ പ്രതാപൻ രാജുവിൻ്റെ തോളിലൊന്ന് കൈവച്ചിട്ട് പ്രതാപൻ അവിടെ നിന്ന് പോവുകയാണ്. രാജുവാണെങ്കിൽ വിഷമത്തോടെ അവിടെ നിന്ന് ഓരോന്നും ഇങ്ങനെ ആലോചിക്കുവാണ്. വർമ്മ സാറ് പറഞ്ഞത് ശരിയാണ്. എല്ലാം ദൈവഹിതമാണ്. ഒരിക്കലും ഹൃദയ മേഡത്തെ പോലെ വലിയ തറവാട്ടിലെ ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല. പ്രത്യേകിച്ചും ഇത്രയും നല്ല സ്വഭാവമുള്ള ഹൃദയ മേഡത്തെ. പക്ഷേ ദൈവം ദേവതയെപ്പോലൊരു പെൺകുട്ടിയെ എൻ്റെ ജീവിതത്തിലേക്ക് തന്നു. എനിക്കത് അർഹതപ്പെട്ടതല്ല എന്നുള്ള പേടിയാണ് എനിക്ക് ആ കുട്ടിയോടുള്ള പ്രണയം തുറന്നു പറയാനുള്ള മടി. പക്ഷേ ആ പ്രണയം ഒന്ന് തുറന്നു പറയാൻ എൻ്റെ മനസ്സിൻ്റെ പേടിയൊന്ന് മാറ്റിത്തരണേ വിനായക. ഭഗവാനെ വിനായക, എൻ്റെ പ്രേമമൊന്ന് പറയാനുള്ള ധൈര്യം എനിക്ക് തരണേ. ഞാനൊരു 10 പ്രാവശ്യം ഭഗവാനെ ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ ആ റോസാപ്പൂ താഴെ വീഴ്ത്തി തരണം. അങ്ങനെ ആ റോസാപ്പൂ താഴെ വീഴുകയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ പൂർണ്ണചന്ദ്രനിൽ ഞാൻ എൻ്റെ ഹൃദയ മേഡത്തിനെ കാണുവാണെങ്കിൽ ഞാൻ എൻ്റെ പ്രണയം ഹൃദയ മേഡത്തിനോട് തുറന്നു പറയും. ഞാൻ 10 പ്രാവശ്യം ഭഗവാനെ നിന്നെ വിളിക്കുവാണ്, റോസാപ്പൂ താഴോട്ട് വീഴ്ത്തി തരുമല്ലോ എന്നും പറഞ്ഞ് രാജു കണ്ണടച്ച് വിനായകനെ വിളിച്ച് പ്രാർത്ഥിക്കുവാണ്. അങ്ങനെ രാജു 10 പ്രാവശ്യം വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് വിനായകൻ്റെ കയ്യിലിരുന്ന ആ പൂ താഴെ വീണില്ല. രാജു സങ്കടത്തോടെ വിനായകനെ ഇങ്ങനെ നോക്കിയിട്ട് അവിടുന്ന് തിരിച്ചു പോകാനായിട്ട് നടക്കാനൊരുങ്ങുമ്പോൾ ആ റോസാപ്പൂ താഴോട്ട് വീഴുന്നുണ്ട്. അതുകൊണ്ട് രാജു വളരെ സന്തോഷത്തോടെ ഭഗവാനെ 2 കൈയും എടുത്ത് തൊഴുതിട്ട് ഇങ്ങനെ അവിടുന്ന് പോവുകയാണ്. ഈ സമയം ആ റൂമിലിരുന്ന് എന്തൊക്കെയോ കുനിഷ്ഠ ബുദ്ധികളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അംബികയുടെ അടുത്തോട്ട് മകൻ ദീപക് വന്നിട്ട് ചോദിക്കുന്നു, അമ്മ എന്തോടുക്കുവാ? എന്താ നീ ഒന്നും കണ്ടില്ലേ ഞാനിങ്ങനെ ഇരിക്കുന്നത്? ഞാൻ ഇവിടെ നിന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുക. ഞാൻ അമ്മയുടെ അടുത്തോട്ട് വന്നതേ ഒരു ന്യൂസ് അറിഞ്ഞത് കൊണ്ടാണ്. അതിനെക്കുറിച്ചൊന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. നീ എന്തോന്ന് ന്യൂസ് അറിഞ്ഞെന്നാ പറയുന്നത്? അമ്മേ, ക്ഷേത്ര കമ്മിറ്റി മെമ്പർ ശർമ്മയില്ലേ, അയാളിപ്പോൾ എന്നെ വിളിച്ചായിരുന്നു. അയാളാമ്മേ എനിക്ക് ന്യൂസ് തന്നത്. അതെന്താ, അയാൾ വല്ല ചാനലിലെ ന്യൂസ് റീഡറാണോ? നിന്നെ വിളിച്ച് ന്യൂസ് അറിയിക്കാൻ? എന്താ അമ്മ തമാശിച്ചതാണോ കളിയാക്കിയതാണോ? രണ്ടുമല്ല. നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അമ്മേ, വല്യമ്മാവൻ അമ്പലത്തിൽ ചെന്നിരുന്നെന്ന് ഋതികയുടെ പേരിൽ വഴിപാട് നടത്താൻ. എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുക അമ്മേ, ഈ വല്യമ്മാവൻ എന്തൊക്കെയായി കാണിക്കുന്നത്? ചിലപ്പോൾ അവളോട് ഭയങ്കര ദേഷ്യം കാണിക്കുന്ന കാണാം, ചിലപ്പോൾ അവൾക്ക് വേണ്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന കാണാം. ഇതെന്താ അമ്മ, ഇയാൾ നാടകം കളിക്കുവാണോ? എന്താടാ, നിനക്കിതൊരു നാടകം കളിയായിട്ടാണോ തോന്നിയത്? അതേമേ, 100% എനിക്ക് അങ്ങനെ തന്നെ തോന്നിയത്. എന്നാലേ അത് നാടകം കളിയോ അഭിനയോ ഒന്നുമല്ല. ഞാൻ നിന്റെ വല്യമ്മാവൻ്റെ മനസ്സിലോട്ട് കുത്തിവെച്ചിറക്കിയ വിഷമില്ലേ, അതിൻ്റെ വീര്യവാ. ആ വിഷത്തിൻ്റെയൊക്കെ വീര്യം കുറയുമ്പോഴാണ് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോഴവൻ അമ്പലത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. ഓ, അതാണല്ലേ കാര്യം. എന്നിട്ട് അംബിക ദീപകിനോട് പറയാം, അവൻ്റെ വിഷത്തിൻ്റെ ഡോസ് കൂട്ടാൻ നേരമായി. അതുടനെ തന്നെ ഞാനങ്ങ് ചെയ്തേക്കാം. എൻ്റെ അശ്രദ്ധ കൊണ്ടാണ് അവൻ അവൾക്ക് വേണ്ടി ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോയത്. ഈ സമയത്ത് ദീപകിൻ്റെ ഫോണിലോട്ടൊരു ഫോൺ കോൾ വരുന്നുണ്ട്. ദീപക് ആ ഫോണിലോട്ടൊന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പുറത്തോട്ടങ്ങോട്ട് മാറുവാണ്. അതാരുടെ ഫോണായിരിക്കും എന്നിങ്ങനെ സംശയത്തോടെ അംബിക നോക്കി നിൽക്കുവാണ്. ദീപക് സന്തോഷത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്യുവാണ്. സാന്ദ്രേ, മൈ ഡാർലിംഗ്. ഉടനെ സാന്ദ്ര ചോദിക്കുന്നു, എന്താ ഇപ്പോഴൊരു കോള് പോലും കാണുന്നില്ലല്ലോ? ഐ ആം സോറി സാന്ദ്രേ, മനഃപൂർവ്വമല്ല, ഞാൻ അല്പം തിരക്കിലായിപ്പോയി.
ഒരു 10 മിനിറ്റ് ഇടവിട്ട് വിളിച്ചുകൊണ്ടിരുന്നതാ, ഇപ്പം വിളി കുറഞ്ഞ്, അതുകൊണ്ട് ചോദിച്ചതാ. വിളി കുറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. എൻ്റെ സാന്ദ്രയെ ഇനി ഞാൻ ദിനം പ്രതി 100 പ്രാവശ്യമെങ്കിലും അങ്ങോട്ട് വിളിച്ചോളാം. നമുക്ക് ഈവനിങ് മീറ്റ് ചെയ്യാം. അമ്മ വരുന്നുണ്ട് സാന്ദ്ര, ഞാൻ ഫോൺ വെക്കുക എന്നും പറഞ്ഞ് ദീപക്ക് പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്യുവാണ്. ദീപക്കൻ്റെ അടുത്തോട്ട് വന്ന് അമ്പിക ചോദിക്കുന്നു, ആരാടാ അത്? അമ്മേ, അത് എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. ഫ്രണ്ടോ? അമ്മേ, അത് സുന്ദറോ സാന്ദ്രയോ? ഏത് സാന്ദ്രയമ്മേ? അതെ, ആ സാന്ദ്ര തന്നെടാ. ദേ, ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. ആ ദിവ്യയെ പോലെ ഒരു പാവം പിടിച്ച പെണ്ണൊന്നും അല്ല അവൾ ഉടുമ്പ് പിടിച്ചാലുണ്ടല്ലോ ഒരു പിടിയായിരിക്കും. ഒരിക്കൽ പിടി വീണാലേ പിന്നെ വിടത്തില്ല, നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് അമ്പിക അങ്ങ് അകത്തോട്ട് പോവുകയാണ്. ദീപക് അവിടെ നിങ്ങോട്ട് ആലോചിച്ച് നിൽക്കുവാണ്. പ്രതാപനെയും മൃതികയും രാജുവിനെയൊക്കെ തകർക്കാനുള്ള പരിപാടിയിലാണ് അംബിക അങ്ങനെ ഒരു മന്ത്രവാദിയുടെ അടുത്തോട്ട് വന്നിരിക്കുക. അംബികയെ കണ്ടതും മന്ത്രവാദിനി പറയുന്നു, അംബിക വിളിച്ച് പറഞ്ഞതനുസരിച്ചുള്ള പൂജയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് വളരെ സന്തോഷത്തോടെ അംബിക പറയുന്നു, സന്തോഷം അമ്മേ, എന്നാൽ അംബിക പ്രാർത്ഥിച്ചോളൂ. അംബിക സ്വാമിക്കുള്ള ദക്ഷിണ അവിടെ വെച്ചിട്ട് സ്വാമിയെ നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളൂ. മന്ത്രവാദിനി പറഞ്ഞതുപോലെ സ്വാമിക്കുള്ള ദക്ഷിണയൊക്കെ അവിടെ വെച്ചിട്ട് കണ്ണടച്ചിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അംബിക. പെട്ടെന്ന് മന്ത്രവാദിനി പറയുന്നു, പ്രതാപൻ്റെ മന്ത്രിസ്ഥാനമൊക്കെ തെറിക്കാൻ പോവുക, കോടികൾ കോഴ മേടിച്ചു എന്നൊരു കേസും വരും, നാണം കെട്ട് മന്ത്രിസഭയിൽ നിന്നും പ്രതാപൻ ഇറങ്ങും. സന്തോഷത്തോടെ അംബിക പറയുക, എനിക്കത് കേട്ടാ മതി സ്വാമി. പ്രതാപവർമ്മയുടെ പ്രതാപമൊക്കെ നശിക്കും. അയാൾ അവസാനം അംബികാവർമ്മയുടെ കാലിൽ സാഷ്ടാംഗം വീഴും. അപ്പോൾ സ്വാമി, അവൻ്റെ മകളുടെ കാര്യമോ? മന്ത്രവാദിനി കുറച്ച് അഭിനയൊക്കെ കാണിച്ചിട്ട് പറയുന്നു, എൻ്റെ ദിവ്യദൃഷ്ടിയിൽ കണ്ടത് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അച്ഛനും മകളും തമ്മിൽ മിണ്ടാതെയാകും. മകളെ അവളുടെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് അവൻ പണ്ട് പ്രണയിച്ച പെണ്ണിനെ വിവാഹം കഴിക്കുകയും ചെയ്യും. അത് കേട്ട് അംബിക സന്തോഷത്തോടെ 2 കൈയും കൂപ്പി തൊഴുതിട്ട് പറയുന്നു, എനിക്കത് കേട്ടാ മതി. അംബികയ്ക്കൊരു അനുജനില്ലേ? ഉണ്ടല്ലോ, ശേഖരൻ. അവൻ പ്രതാപനെ തള്ളിപ്പറയും. എന്നിട്ട് അവനും അവൻ്റെ കുടുംബവും അവിടുന്ന് മാറിപ്പോവുകയും ചെയ്യും. പ്രതാപനും മകളുമൊക്കെ തകരുന്നതനുസരിച്ച് അംബിക വളരണം. അംബിക അങ്ങനെ വളരണമെങ്കിൽ സ്വാമിക്കൊരു 10 പൂജയെങ്കിലും ചെയ്യണം. അയ്യോ, അതിനെന്താ സ്വാമി, ചെയ്യാമല്ലോ. അഷ്ടകലാശ ചിത്രകൂട ഹോമം എന്നാണ് ആ ഹോമത്തിൻ്റെ പേര്. ആ ഹോമത്തിന് കുറച്ച് പൈസ ചിലവ് കൂടുതലാണ്. അതിനെന്താ, എത്ര ചിലവായാലും ആയിക്കോട്ടെ, ഞാൻ തരാമല്ലോ. ഒരു പൂജയ്ക്ക് എത്ര രൂപയാകും? അത് ഒരു പൂജയ്ക്ക് 25,000 രൂപയാകും. അങ്ങനെയാണെങ്കിൽ 10 പൂജയ്ക്ക് 2.5 ലക്ഷം രൂപ വേണമല്ലേ? അതേന്നാ മന്ത്രവാദിനി പറയുമ്പോൾ അംബിക പറയുക, അയ്യോ, അത്രയും പൈസ ഞാൻ കൊണ്ടുവന്നിട്ടില്ല, ഞാൻ അക്കൗണ്ടിലോട്ട് ഇട്ടുതരാം. സ്വാമിയുടെ അക്കൗണ്ട് നമ്പർ എനിക്ക് തന്നാൽ മതി, ഞാൻ അതിലോട്ട് ഇട്ടുതരാം. അങ്ങനെ ആ കള്ള മന്ത്രവാദിനി അവരുടെ അക്കൗണ്ട് നമ്പരൊക്കെ കൊടുക്കുന്നുണ്ട്. ഒറ്റയടിക്ക് 2.5 ലക്ഷം രൂപ അക്കൗണ്ടോട്ട് ഇടാൻ പറ്റില്ല, അതുകൊണ്ട് എൻ്റെ പല അക്കൗണ്ടുകളിൽ നിന്നും ഞാൻ അങ്ങോട്ട് ഇട്ടേക്കാം. അങ്ങനെ അംബിക മന്ത്രവാദിനി അമ്മയ്ക്ക് പൈസ അക്കൗണ്ടിലോട്ട് ഇട്ടുകൊടുക്കാനായിട്ടൊക്കെ സമ്മതിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, കടുവായെ പിടിച്ച കിടുവ എന്ന് പറഞ്ഞ പോലെ അംബികയ്ക്ക് പറ്റിയ മന്ത്രവാദിനി തന്നെ. അംബികയുടെ പൈസ എല്ലാം മന്ത്രവാദിനി കറന്നെടുത്തോളും. നമ്മുടെ രാജു എന്ന് പൂർണ്ണചന്ദ്ര നിലാവിൽ ഋതികയുടെ മുഖം കാണും. കണ്ടിട്ട് അവൻ്റെ ഉള്ളിലെ പ്രണയമെല്ലാം തോന്നുകയും അത് നമ്മുടെ ഋതിയോട് പറയുകയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ നാളത്തെ റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.